ഹായ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോയ്ക്ക് അത്രയും നല്ല റെസ്പോൺസസ് തന്ന എല്ലാവർക്കും ഒരു വലിയ താങ്ക് യു. അത് പറയാതെ എനിക്ക് ഈ വീഡിയോ തുടങ്ങാൻ പറ്റില്ല. ഇനിയും ആ സപ്പോർട്ട് തുടരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാൾക്ക് ശേഷം അമ്പലത്തിൽ പോവാം എന്ന് തീരുമാനിച്ച ഒരു ദിവസത്തെ കാര്യങ്ങളാണ് ഈ വ്ളോഗിൽ. LKG തൊട്ട് ഒരുമിച്ച് പഠിച്ച 2 ഫ്രണ്ട്സാണ് എൻ്റെ കൂടെ ഈ വ്ളോഗിൽ ഉള്ളത്, ഗൗരിയും മാളും. ഹായ് ഗായ്സ്, ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് വന്നു. അപ്പോൾ ഇവിടെ ഭയങ്കര മഴ. സെക്കൻഡ് തോട്ട് വലിയ മഴയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ മാളുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. മാളു ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ മാള് വന്നു. മാളുവിൻ്റെ വീടിൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന് നമ്മൾ മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് വെച്ചു. ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ പീക്ക് മൊമെൻറ്റ്സ് ആണ് ഇതൊക്കെ. ഇങ്ങനെ പൂ വെച്ച് കൊടുക്കുന്നു. സോ അതൊക്കെ ഞങ്ങളൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ എനിക്കാരും വെച്ച് തന്നില്ല, ഞാൻ തന്നെ വെച്ചു. ഞങ്ങളപ്പം മഴയത്ത് ബസ്സിലാണ് അമ്പലം വരെ പോയത്. ബസ്സിലെത്തിയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് അമ്പലത്തിൻ്റെ അകത്തോട്ട് പോയി. മഴയൊക്കെ അല്ലേ, ചുമ്മാ സാരിയൊക്കെ നനയണ്ടെന്ന് വിചാരിച്ചു. അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ളൊരു ഓട്ടോ ആയിരുന്നു. സ്പെഷ്യൽ എൻട്രി പാസ് എടുക്കാനും ക്യൂ നിൽക്കാനും അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവസാനം തൊഴുതിറങ്ങി. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടെന്ന് പറയുന്നത് പോലെ വലിയ തിരക്കൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ പോയി സ്വസ്ഥമായിട്ട് കണ്ട് തൊഴുതിറങ്ങാൻ പറ്റി. അതെന്തായാലും ആരുടെയോ ഭാഗ്യം. ഇവിടെ മാത്രമല്ല, ഏതമ്പലത്തിൽ പോയാലും മനസ്സങ്ങ് ശാന്തമാവും. കൂടെ വരുന്നവർക്കും അതിൽ ചെറിയൊരു പങ്കുണ്ട് കേട്ടോ. തൊഴുതിറങ്ങിയതിന് ശേഷം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഫോട്ടോയും വീഡിയോ എടുക്കുന്നത് പിന്നെ അവിടുത്തെ ഒരു അലിഖിത നിയമമായതുകൊണ്ട് ആ പതിവ് ഞങ്ങളും തെറ്റിച്ചില്ല. കുറേ ഫോട്ടോയും വീഡിയോകളും എല്ലാം എടുത്തു. പിന്നെ എന്തായാലും സാരിയൊക്കെ കൊടുത്തിറങ്ങി. അപ്പോൾ പിന്നെ അത്രയും അടുത്തുണ്ടായിട്ട് പഴവങ്ങാടിയിലും കൂടെ പോകാതിരിക്കുന്നത് മോശമല്ലേ. അങ്ങനെ ഞങ്ങൾ പഴവങ്ങാടിയിലും പോയിട്ടാണ് പിന്നെ കഴിക്കാനൊക്കെ പോയത്. MBBSൻ്റെ ഫൈനൽ ഇയർ പരീക്ഷയൊക്കെ എഴുതിയിട്ട് വന്നിരിക്കുകയാണ് ഗൗരി. അപ്പോൾ അത്രയും നാളുള്ള വിശേഷങ്ങളെല്ലാം പറയുന്നത് ഇങ്ങനെയുള്ള കൂടിക്കാഴ്ചകളിലാണ്. അങ്ങനെ കഴിഞ്ഞ വർഷം ഓണത്തിന് ഞാൻ ചെയ്തൊരു ഫോട്ടോയുടെ കഥയാണ് ഗൗരി ഇപ്പം പറയുന്നത്. ഞങ്ങളുടെ കോളേജിൽ ഓണത്തിൻ്റെ പോസ്റ്ററിൽ എടുക്കാന്ന് വരെ പറഞ്ഞു. ഇതാണ് ഗൗരി പറഞ്ഞ അവളുടെ മുഖം ഓ പോലെ ഇരിക്കുന്ന ആ ഫോട്ടോ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്ത് പ്രശ്നം വന്നാലും ഇങ്ങനെ കൈപിടിച്ച് നടക്കാൻ ഇവർ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനിങ്ങനെ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഒന്നിച്ചാവാമെന്ന് നേരത്തെ തീരുമാനിച്ചതുകൊണ്ട് തന്നെ അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റുള്ള ശ്രീ പത്മനാഭ ഹോട്ടലിലാണ് ഞങ്ങൾ കഴിക്കാൻ കയറിയത്. നല്ലൊരു ഫിൽറ്റർ കോഫിയും ഊത്തപ്പമൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ അവിടെ ഇതൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പൂരിയാണ് പറഞ്ഞത്. എനിക്കത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. കാരണം ഞാൻ എന്തൊക്കെയോ എക്സ്പെക്റ്റ് ചെയ്താണ് പോയത്. അതുകൊണ്ടായിരിക്കും. എക്സ്പെക്റ്റേഷൻസ് ലീഡ്സ് ടു ഡിസപ്പോയിൻമെൻറ്റ് എന്നാണല്ലോ. പക്ഷെ അമ്പലം എന്തായാലും ഡിസപ്പോയിൻറ്റ് ചെയ്തില്ല. അങ്ങനെ വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു അമ്പലം വിസിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവുക. പിന്നെ തിരിച്ച് നടക്കുന്ന വഴിയിലാണ് ആ സ്കൈ ഞാൻ ശ്രദ്ധിച്ചത്. അത് നോക്കി അവിടെ അങ്ങനെ നിൽക്കും. അത്രയ്ക്ക് ഭംഗിയായിരുന്നു. ആരോ വന്ന് വരച്ച് വെച്ചതുപോലെ ആയിരുന്നു. കറക്റ്റായിട്ട് ആ സൂര്യനെ ആ മേഘങ്ങളുടെ ഇടയിൽ കൂടെ കാണാനൊക്കെ നല്ല രസമായിരുന്നു. കുറച്ച് നേരം അങ്ങനെ കണ്ടു നിന്ന് ഞങ്ങൾ പിന്നെ അങ്ങ് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് ചിരിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.